Afternoon all. Afternoon. Okay, what's doing you? Good afternoon. What's doing you? Our portions are covered. Okay. Selection and recruitment our portions are managing employee benefits and relations. In our first chapter introduction, എല്ലാവരും ഇന്ന് ഡിവിഷന് വേണ്ടിയിട്ട് വായിച്ചൊക്കെ വന്നിട്ടുണ്ടോ? ഏതാണോ? കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാലോ? റിവൈസ് ചെയ്തോ നിങ്ങള്? ചോദിക്കോ? ഓക്കെ, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം ചാപ്റ്റർ ആണ്. നമുക്ക് ചെറിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു അല്ലെ? ഇൻട്രൊഡക്ഷനെ ബേസ് ഫിഫ്ത് ചാപ്റ്റർ അല്ലേ? ആണോ? ഇൻട്രൊഡക്ഷൻ റിവൈസ് ചെയ്യണോ? ആണോ? ഇൻട്രൊഡക്ഷൻ റിവൈസ് ചെയ്യണം. നമുക്കൊന്ന് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ? അതില് ജസ്റ്റ് നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളാണ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് എന്താന്നുള്ളത് പ്രധാനമായിട്ടും നമുക്കറിയാവുന്ന കൺസെപ്റ്റിലും ഇപ്പോൾ നവഡേയ്സിലെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന് എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതില് പ്രധാനമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പലതരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് പോകുന്ന ഹ്യൂമനുമായി ബന്ധപ്പെട്ട ഓരോ ഓർഗനൈസേഷന്റെ ഹ്യൂമൻ ബീയിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും അല്ലെ? എത്രത്തോളം വേക്കൻസി അനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഡയറക്ട് ചെയ്ത് കൺട്രോളിങ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ വേണോ അല്ലെ? അത്തരത്തിലുള്ള അവരുടെ ട്രെയിനിങ് ഡെവലപ്മെന്റ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അല്ലെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട് നമ്മൾക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് HRM ഓർ HR ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഓർ HR അല്ലെ? അതില് പ്രധാനമായിട്ടും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകളൊക്കെയാണ്. പക്ഷെ അതിൽ കുറച്ച് മോഡൽസുകൾ പറയുന്നുണ്ട്. പോബ്ലഡ് മോഡലും ഹവാർഡ് മോഡലും ഗസ്റ്റ് മോഡലും വാർവിക് മോഡലും അത് പ്രത്യേകം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൽ പെടാത്ത മോഡൽ എന്താന്നൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ ഒരു മോഡലുകൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും അല്ലെ? അപ്പൊ എന്താണ് ഈ പ്രത്യേകമായിട്ടുള്ള ഈ 4 മോഡലുകളൊന്നും ഓർത്ത് വെച്ചേക്കാം. എന്താണ് പോബ്ലഡ് മോഡലില് നമുക്കറിയാം അവിടെ 4 കൺസ്റ്റിറ്റ്യൂവന്റ് കമ്പോണൻസുകളാണ് വരുന്നത്. എന്തൊക്കെയാണ്? സെലക്ഷൻ, അപ്രൈസൽ, ഡെവലപ്മെന്റ്, റിവാർഡ്സ്. ആ 4 ഫങ്ഷൻസ് ആണ് പോബ്ലഡ് മോഡലില് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹവാർഡ് മോഡലിലാണെങ്കിൽ നമുക്കറിയാം അത് ഡെവലപ്ഡ് ചെയ്തിരിക്കുന്നത് 1984 മിഗാൽ പിയർ ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഹവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതെല്ലാം നോട്ട് ചെയ്ത് പോയേക്കുന്ന പോയിന്റ്സ് അല്ലേ? അല്ലേ? അതെ. അതിലും പറയുന്നുണ്ട് 5 സിഗ്നിഫിക്കന്റ് കമ്പോണൻസുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതും ഓർത്ത് വെക്കേണ്ടതാണ്. സിറ്റുവേഷൻ, ഫാക്ടേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇൻട്രസ്റ്റ്, HRM പോളിസീസ്, HRM ഔട്ട്കംസ് അല്ലെ? ഇതെല്ലാം ബേസ് ചെയ്തിട്ടുള്ള മോഡൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കണം. അവാർഡ് മോഡലാണ് ഇത്തരത്തിലുള്ള കമ്പോണൻസുകളെ ബേസ് ചെയ്തിട്ട് രൂപീകൃതമാക്കിയിരിക്കുന്നത്. ഗസ്റ്റ് മോഡൽ ആണെങ്കിലും അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആരാണ്? ഡേവിഡ് ഗസ്റ്റ് ആണ്. അത് ആ പേരുകളൊന്നും മറക്കാതെ തന്നെ മനസ്സിലാക്കി പോകുക. ഡേവിഡ് ഗസ്റ്റ് ആണ്. ഏത് ഇയറിലാണ്? 1997 ഓക്കെ. അവിടെ അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം റിസൾട്ട്സ് ആൻഡ് ഔട്ട്കംസ് അല്ലെ? അവിടെ അതിന്റെ സർട്ടൈൻ പ്രാക്ടീസസ് ആൻഡ് വെൻ എക്സിക്യൂട്ടഡ് വിൽ റിസൾട്ട് ഇൻ ഔട്ട്കംസ്. ഔട്ട്കംസിന്റെ കാര്യത്തിലാണ് കൂടുതൽ ഗസ്റ്റ് മോഡലിൽ പറയുന്നത്. പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിവാർഡ്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഔട്ട്കംസ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വാർവിക് മോഡൽ എന്ന് പറയുന്നത് അനലിറ്റിക്കൽ അപ്രോച്ച് അല്ലെ? അവിടെ പറയുന്നുണ്ട് വാർവിക് മോഡൽ HRM മോഡൽ വാസ് കൺസ്ട്രക്റ്റഡ് ബൈ റിസർച്ചർ ഹെൻറി ആൻഡ്രൂ പിക്രോ. അതേമാതിരി തന്നെ 1990s അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഹവാർഡ് മോഡൽ എന്ന് പറയുന്നത് ഡെവലപ്ഡ് ഫ്രം ദ ഹവാർഡ് മോഡലിന്റെ ഡെവലപ്പ് ആണ് എന്തെന്ന് പറയുന്നത് വാർവിക് മോഡൽ എന്ന് പറയുന്നത്.
അതും ഇതും റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്ന് ഓർത്ത് വയ്ക്കണം അല്ലെ. അനലിറ്റിക്കൽ അപ്രോച്ച് ടു HR. HRM framework represents an analytical approach to HR അല്ലെ. അതായത് ഈ ഹവാർഡ് മോഡലിന്റെ അനലിറ്റിക്കൽ ആയിട്ടുള്ള അപ്രോച്ച് ആണ് വാർവിക് മോഡലിൽ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ആ മോഡലിനെ കുറിച്ചിട്ട് കുറച്ച് ഐഡിയ കിട്ടിയോ? അല്ലേ? Then നമുക്ക് objectives which of the following are the objectives of അല്ലെ which of the following is objectives of HR എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. കുറെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു ഒന്ന് മനസ്സിലാക്കാം. ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് HR പോളിസി ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ആണ് അതിന്റെ പ്രധാനമായിട്ട് ലക്ഷ്യമിട്ടിട്ടാണ് ഉള്ളതാണ് HR എന്നൊക്കെ ഓർത്തിരിക്കുക. ക്യാരക്ടറിസ്റ്റിക്സിലും നമുക്ക് അധികം അല്ലെ കുറെ കാര്യങ്ങളൊന്നും പ്രത്യേകമായിട്ട് എടുത്ത് പറയത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചു കാണാറുള്ളതൊന്നും നോക്കാം. ഇവിടെ ഒരു എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ പ്രത്യേകത എന്താണ്? ജോലി നിർത്തിപ്പോകുന്നവരെ ഒന്ന് അല്ലെ അത് എന്തുകൊണ്ടാണ് നിർത്തിപ്പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് എക്സിറ്റ് ഇന്റർവ്യൂ. ജസ്റ്റ് ആ ടേം എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാല് ഞാൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കുറച്ച് കാര്യങ്ങൾ അതായത് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പറഞ്ഞാൽ അതിൽ കുറെ കാര്യങ്ങളല്ലേ. ഇപ്പൊ നിങ്ങൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മൊത്തം പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ സവിശേഷതകളാണ്. അതില് ട്രെയിനിങ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്, റിക്രൂട്ട്മെന്റ്, ജോബ് പെർഫോമൻസ് വാലുവേറ്റ് ചെയ്യുന്നതുണ്ട്. ഓക്കെ, അപ്പൊ അതുമായി ബേസ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതിൽ ഞാൻ ആ ടേം എക്സിറ്റ് ഇന്റർവ്യൂ എന്ന ടേം ആണ് നിങ്ങൾക്ക് ചെയ്യാത്തത്, അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിരുന്നോ. ജോബ് എൻറിച്ച്മെന്റ്, എൻലാർജ്മെന്റ് എന്നൊക്കെ ഉള്ളത് ജോബ് ഇച്ചിരി കൂടി അല്ലെ അത് വികസിച്ച് എല്ലാവർക്കും മാറ്റ വിധേയമായിട്ട് കൊടുക്കുമ്പോൾ അത് എൻലാർജ്മെന്റ് എന്ന പ്രോസസ്സിലേക്ക് വരുന്നു. പിന്നെ അങ്ങനെ ഉള്ള കുറച്ച് ടേംസുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. പിന്നെ ഫങ്ഷൻസ് അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഉള്ളത്. പ്ലാനിങ്, സ്റ്റാഫിംഗ്, ഡെവലപ്പിംഗ്, മോണിറ്ററിംഗ്, മെയിൻറ്റെയിനിങ് ഒക്കെ. അപ്പൊ അതിൽ എന്താണ് സ്റ്റാഫിംഗിനെ ഉള്ളത് നിങ്ങൾക്ക് അത്യാവശ്യം അറിയാൻ പറ്റും അല്ലെ. എന്ത് സ്പെസിഫൈ ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ രീതിയിലൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഞാൻ ചോദിച്ചു നോക്കാം എന്താണ് അവിടെ ഉദ്ദേശിക്കണേ എന്നുള്ള കാര്യം അപ്പൊ നിങ്ങൾക്ക് മെയിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ preparing forecast of a future human resource needs is a part of which HR function. Okay, ഏത് ഫംഗ്ഷനിലാണ് ഫോർകാസ്റ്റ് ഓഫ് ഫ്യൂച്ചർ പറയുന്നത്? ഓപ്ഷൻ എ സ്റ്റാഫിംഗ്, ഓപ്ഷൻ ബി ഡെവലപ്പിംഗ്, ഓപ്ഷൻ സി പ്ലാനിംഗ്, ഓപ്ഷൻ ഡി മോണിറ്ററിംഗ്. ഇതിലായിരിക്കും പറയണോ? Preparing forecast of a future HR needs is a part of which HR function. Okay, option A staffing, option B developing, option C planning, option D monitoring. ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്? പ്ലാനിങ്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും കൂടി പറഞ്ഞാലോ നമുക്ക് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, പഠിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഫങ്ഷൻസിനെ കുറിച്ചിട്ട് ഏതെങ്കിലും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് അത്തരത്തിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിക്കാം. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് എന്താണ് അല്ലെ? നമുക്കറിയാം അവിടെ തീർച്ചയായിട്ടും സ്റ്റാഫിംഗിൽ വരുന്നത് ഒബ്റ്റെയിനിങ് പീപ്പിൾ വിത്ത് അപ്രോപ്രിയേറ്റ് സ്കിൽസ് ഫോർ ജോബ്. ജോബിന് അനുയോജ്യമായിട്ടുള്ള സ്കില്ല് അനുയോജ്യമായിട്ടുള്ള പേഴ്സൺസിനെ നമ്മൾ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഡെവലപ്പിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം സ്കില്ല് നോളജ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ, അത് വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. തീർച്ചയായിട്ടും പെർഫോമൻസ് ഒക്കെ വിലയിരുത്തിയതിനു ശേഷമാണ് അവർക്ക് ഡെവലപ്മെന്റ് പ്രോസസ്സ് വേണമെന്ന് നിശ്ചയിക്കുന്നത്. മോണിറ്ററിംഗ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ആൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റിവാർഡ് സിസ്റ്റം. നമുക്കറിയാം തീർച്ചയായിട്ടും നമുക്ക് അതിൽ എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ വേണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് എംപ്ലോയീസിനെ ഡെവലപ്പ് ചെയ്ത് കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് എടുക്കണമെന്നോ മനസ്സിലാക്കുന്നതാണ്. മാനേജിങ് റിലേഷൻഷിപ്പ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് തന്നെ വരാണ്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇങ്ങനെ യൂണിയൻ എൻവയൺമെന്റ് നെഗോഷിയേറ്റിംഗ് കോൺട്രാക്ട്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റിംഗ് ദ കളക്റ്റീവ് എഗ്രിമെന്റ് ഈസ് എ പാർട്ട് ഓഫ് വിച്ച് ഫംഗ്ഷൻ? ഓക്കെ, അവിടെ ചോദിക്കുകയാണ് ഇൻ എ യൂണിയൻ എൻവയൺമെന്റ്
negotiating contracts and administering the collective agreement is a part of which function? Okay, option A, evaluating. Option B, monitoring. Option C, managing relationships. Then option D, planning. അപ്പോ നമുക്ക് എന്താ അറിയാം, എന്തായിരിക്കും അവിടെ യൂണിയന്റെ ഇവിടെ കറക്റ്റ് ആയിട്ട് ആ വേർഡ്സ് പറയുന്നുണ്ട്. യൂണിയൻ അല്ലെ, നോൺ യൂണിയൻ ഓർ യൂണിയൻ വർക്ക്പ്ലേസിലാണ് നെഗോഷിയേഷൻ പ്രോസസ്സുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത്. നമ്മൾ മാനേജിങ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് ആൻഡ് റിലേഷൻസിൽ പഠിച്ചതാണ്. എംപ്ലോയീസിന്റേതായിട്ടുള്ള നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ബാർഗെയിൻ ചെയ്യുന്നത്. സോ അവിടെ മാനേജിങ് റിലേഷൻഷിപ്സിനാണ് പ്രാധാന്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. പൊതുവെ നമുക്കറിയാവുന്ന പ്ലാനിങ്, സ്റ്റാഫിങ് അങ്ങനെയുള്ള അല്ലെ 2-3 ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. അതിന്റെ കേസിൽ വന്ന് ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ എന്നാ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. നമുക്കറിയാവുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് പൊതുവെ ചോദിച്ചു കാണാറുള്ളത്. പ്ലാനിങ്, സ്റ്റാഫിങ്, ഡെവലപ്പിംഗ് ഒക്കെ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കി. ഇനി പേഴ്സണൽ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസുകൾ. ഓക്കെ, അതിൽ നമുക്കറിയാം മെയിൻലി എന്താണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, സ്കോപ്പ് ആൻഡ് ഓറിയന്റേഷൻ അല്ലെ. അത് ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്കറിയാം അതിന്റെ വ്യാപ്തിക്ക് അനുസൃതമായിട്ടാണ് ഇതിന്റെ ആ വേരിയേഷൻസ് വരുന്നത് അല്ലെ. ചെറിയ ചെറിയ ഓർഗനൈസേഷൻ ആക്കുമ്പോൾ പേഴ്സണൽ മാനേജർ തന്നെയാണ് ഈ ഒരു പോസ്റ്റിംഗ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. നവഡേയ്സിൽ വലിയ വലിയ കമ്പനികളിലൊക്കെ HR ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് അവരുടെ എംപ്ലോയീസിനെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങളൊക്കെ പരിഹരിക്കാനായിട്ടുള്ള തീരുമാനം അല്ലെ. അവിടെ റിക്രൂട്ട്മെന്റ്, സ്റ്റാഫിങ്ങും, ഡയറക്ടിങ്ങും, കൺട്രോളിങ്ങും, അതേമാതിരി തന്നെ പെർഫോമൻസുകൾ ഇവാലുവേറ്റ് ചെയ്ത് റിവാർഡ്സും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്കറിയാം HR ഡിപ്പാർട്ട്മെന്റ് അവിടെ നല്ല ആക്റ്റീവായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഓപ്പറേറ്റിംഗ് ഫങ്ഷൻസ് എന്താണ്, മാനേജറിയൽ ഫങ്ഷൻസ് എന്താണെന്ന് കൂടുതൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് ഓർത്ത് പോവുക. മാനേജറിയൽ ഫങ്ഷൻസ് പ്ലാനിംഗ്, ഓർഗനൈസേഷൻ, ഡയറക്ഷൻ, മോട്ടിവേഷൻ, കൺട്രോൾ ഒക്കെയാണ്. ഓപ്പറേറ്റിംഗ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം കോമ്പൻസേഷൻ, ജോബ് ഇവാലുവേഷൻ, എംപ്ലോയി വെൽഫെയർ, യൂട്ടിലൈസേഷൻ അല്ലെ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ജസ്റ്റ് മാനേജറിയൽ ഫങ്ഷൻസ് എന്ന് പറയുന്ന നമ്മൾ നേരത്തെ ഫങ്ഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. പിന്നെന്താണ് point ഒന്ന് ഓർത്ത് ചെയ്യുക. The main difference between personal management and human resource management is their scope and orientation. Okay. അതിലുള്ള ഫങ്ഷൻസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ചാർട്ട് രൂപേണ കാണിച്ചിട്ടുണ്ട്. ആ ഡിഫറൻസുകളെ കുറിച്ചിട്ട് ഇവിടെ കൂടുതലായിട്ട് ഡിസ്കഷൻ ചെയ്ത് പോകുന്നുണ്ട്. ഇതൊക്കെ ഡിഫറൻസുകളാണ്. ആണെങ്കിൽ അല്ലെ SRM എന്ന് പറയുന്നത് റിസോഴ്സിന്റെ അസറ്റ് ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഫുള്ളായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള പ്രധാനമായിട്ടുള്ള ഡിഫറൻസുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം. എന്താണ് പിന്നെ ലൈൻ മാനേജർ എന്താണ്? ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളാണ് ഇൻചാർജ് ആണെങ്കിൽ അത് ലൈൻ മാനേജർ ആണെന്ന് ഓർത്തിരിക്കുക. HR മാനേജർ എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസിനെ മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും അവർ ഹാൻഡിൽ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കാം. നോക്കാണ് ലൈൻ മാനേജേഴ്സ് ഡ്യൂട്ടീസ് ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. ഡിസൈനിങ് ദ കമ്പനി വൈഡ് കോമ്പൻസേഷൻ സ്ട്രക്ചർ, then providing section option B പറയുന്നത് providing coaching and performance feedback to team members, then option C formulating the organization's strategic HR policies, then option D പറയുന്നത് representing the company in labor negotiations. Okay, എന്താണ് ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസ്? എന്താണ് ഇതിൽ ലൈൻ മാനേജേഴ്സിന്റെ പ്രിഫർ ആയിട്ടുള്ള ഡ്യൂട്ടീസ് എന്താണ്?
അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൊത്തത്തിൽ ഉള്ള എന്തെങ്കിലും ഡ്യൂട്ടീസ് ആണെങ്കിൽ അത് HRM ഡിപ്പാർട്ട്മെന്റ് അല്ലെ, നമുക്കറിയാം. അവിടെ ഒരു മൊത്തത്തിലാണ് ഇപ്പൊ ഒരു ഫസ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ എന്താ, വൈഡ് കോമ്പൻസേഷൻ സ്ട്രക്ചർ അല്ലെ. അവിടെ ഡിസൈനിങ് ദ കമ്പനി വൈഡ് കോമ്പൻസേഷൻ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. അതേസമയം വേറെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പോളിസി അല്ലെ, തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ, നയങ്ങളൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നതാണ്. ഫോർമുലേറ്റിംഗ് ഓർഗനൈസേഷൻ സ്ട്രാറ്റജിക് HR പോളിസി. ഓപ്ഷൻ ഡി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റെപ്രസെന്റിംഗ് ദ കമ്പനി ലേബർ നെഗോഷിയേഷൻ, ചർച്ചകളിലേക്കൊക്കെ പങ്കെടുക്കുക. അപ്പൊ വലിയ വലിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ HRM ഡിപ്പാർട്ട്മെന്റ്, നമുക്കറിയാം വലിയ വലിയ കമ്പനികളിലൊക്കെ ആകുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് ആണ് അത് മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്യുന്നത്. അതേസമയം ഇവിടെ ഓപ്ഷൻ ബിയില് ഞാൻ നിങ്ങളോട് ചോദിച്ചില്ല, കാരണം വലിയ ആൻസേഴ്സ് ഓപ്ഷൻസ് ആയതുകൊണ്ടാണ് ചോദിക്കാത്തത്. മനസ്സിലാക്കി പഠിക്കുക. ഓപ്ഷൻ ബിയിൽ പറയുന്നത് പ്രൊവൈഡിങ് കോച്ചിങ് ആൻഡ് പെർഫോമൻസ് ഫീഡ്ബാക്ക് ടു ടീം മെമ്പേഴ്സ് അല്ലെ, പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയാസിൽ അവർക്ക് വേണ്ടിയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് ആരുടെ ഡ്യൂട്ടിയാണ്, ലൈൻ മാനേജേഴ്സ് ആണ്. ഓക്കെ, ടീം അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയൊക്കെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം ലൈൻ മാനേജേഴ്സ് ആണ് നോക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ആണോ? ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇമ്പാക്ട് HRM ഓർഗനൈസേഷൻ പെർഫോമൻസ്. പ്രത്യേകം പറയുന്നുണ്ട്, പോസിറ്റീവ്ലി ഇൻ ദ ഫോളോയിങ് പോയിന്റ്സ് HRM എഫക്ട്സ് അല്ലെ, റിക്രൂട്ടിംഗ് ആൻഡ് സ്കിൽഡ് ഇൻഡിവിജ്വൽസ്, എംപ്ലോയീസ് ഓറിയന്റ്, റിറ്റൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ്. റിട്ടൻഷൻ എന്ന് പറയുന്ന വേർഡ് എന്താണെന്ന് അറിയാലോ അല്ലെ? റിറ്റൻഷൻ എന്താണ്? നിലനിർത്തിക്കൊണ്ടുപോവുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. കമ്പനിയിൽ നിലനിർത്തിക്കൊണ്ടുപോവുക, അതായത് കമ്പനിയിൽ നിന്ന് വിട്ടുപോവാതെ ഇരിക്കുക. ടേൺ ഓവറും റിട്ടൻഷനൊക്കെ ഒരേ മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ടേൺ ഓവർ റേറ്റ് അതുമായിട്ട് കമ്പാരിസൺ ചെയ്താണ് പഠിച്ചു പോകേണ്ടത്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി പോവാം. ഇതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നോട്ട് ചെയ്ത് പോവുക. എന്തൊക്കെയാണ് മെയിൻ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ഗോൾസ് അല്ലെ? ഒഫീഷ്യൽ ഗോൾസും ഉണ്ട്, ഓപ്പറേറ്റീവ് ഗോൾസും ഉണ്ട്. ഒഫീഷ്യൽ ഗോൾസ് എന്ന് പറയുന്നത് എന്താണ്? 6 to accomplish അല്ലെ, മെയിൻ ആയിട്ട് എന്താണ് ഗോൾ അച്ചീവ് ചെയ്യുന്നത്. ഓപ്പറേറ്റീവ് എന്ന് പറയുന്നത് ആ മെയിൻ ആയിട്ടുള്ള ഗോൾ അല്ലെ, ഡിസൈഡ് ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ, നേരത്തെ കൂട്ടി തീരുമാനിച്ചിരിക്കുന്ന ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടാണ് ഓപ്പറേറ്റീവ് ഗോളിൽ എടുത്തത്. ഓക്കെ, ജോബ് ഡിസൈൻ എന്ന് പറയുമ്പോൾ അതെന്താന്നുള്ളതൊക്കെ മസ്റ്റായിട്ട് തന്നെ പഠിച്ചു തന്നെ പോവുക. ജോബ് ഡിസൈൻ is a logical sequence of the process of the job analysis and involves deliberate actions of organized tasks, duties and responsibility in behavior. തീർച്ചയായിട്ടും എന്താണ് ജോബ് ഡിസൈൻ മെയിൻ ചെയ്യുന്നത് മനസ്സിലാക്കി പോവുക. ഓക്കെ, നമുക്കറിയാം ജോബ് ഡിസൈൻ എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു കാര്യങ്ങൾ അല്ലെ, കൃത്യമായിട്ട് തന്നെ അത് എവാലുവേറ്റ് ചെയ്ത് ഒരു നല്ല ഡിസൈൻ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാനും ചെയ്യാനും ചെയ്യിപ്പിക്കാനൊക്കെ ഒരു കൺട്രോളിംഗ് പവറും എല്ലാം ഉണ്ടാവും അല്ലെ. അതേസമയം പെർഫെക്റ്റ് അല്ലാത്ത ഒരു ജോബ് ഡിസൈൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിലേക്ക് അങ്ങനെ ഒരു ഡിസൈൻ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നോ എന്ത് ചെയ്യണ്ടെന്നോ അല്ലെങ്കിൽ ഇതിന് ഏത് രീതിയിൽ ചെയ്യണമെന്നോ അങ്ങനെയൊന്നും പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ജോബ് ഡിസൈൻ ആവശ്യമാണ്. അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ. എന്താണ് സൈക്കോളജിക്കൽ സ്റ്റേറ്റ്, ഔട്ട്കംസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡയഗ്രാംസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തു പോവാ കേട്ടോ, കാണുന്ന മാതിരി തന്നെ ഒന്ന് പഠിച്ചു പോവാ. ഓക്കെ, ഓരോന്നും എന്താണ് മെയിൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പൊ ഓപ്ഷൻ വരുമ്പോൾ എന്താണ് ജോബ് റൊട്ടേഷൻ, എന്താണ് ജോബ് ഇവാലുവേഷൻ, എന്താണ് ജോബ് സ്പെസിഫിക്കേഷൻ, അങ്ങനെ വരുമ്പോൾ ആ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണ് ഇൻഫോർമേഷൻ അബൌട്ട് ദ ജോബ് ഡിസൈൻ ഈസ് നീഡഡ് ഫോർ ജോബ് ഇവാലുവേഷൻ. തീർച്ചയായിട്ടും ഇവാലുവേറ്റ് ചെയ്യാൻ വിലയിരുത്തും അല്ലെ, എന്ത് ജോലിയാണ്, അതെങ്ങനെ ചെയ്യണം അല്ലെ, എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ്, അങ്ങനെ കൃത്യമായിട്ട് വിലയിരുത്താനായിട്ട്. It is a process of comparing the job with the other jobs in an organization to assess the proper grade അല്ലെ. അവിടെ നമുക്ക് കമ്പാരിസൺ നടത്താനൊക്കെ ആയിട്ട് വിലയിരുത്തുക എന്ന് പറയുമ്പോൾ കമ്പാരിസൺ ഒക്കെ നടത്തിയിട്ട് ഓക്കെ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ വിലയിരുത്തലും നടത്തുന്ന ഒരു പ്രോസസ്സാണ് ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്.
റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്താണെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. വോയിസിനെ ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്ന റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ നല്ലതിനെ സെലക്ട് ചെയ്യുന്നതാണ് സെലക്ഷൻ പ്രോസസ്സ്. ഓക്കെ, എല്ലാവരും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാം എന്താണ് ടേംസ് എന്തെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി പോകാൻ ശ്രമിക്കുക. ഈ ഭാഗത്തൊന്നും എപ്പോഴും ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ചോദിക്കാറുണ്ട് കേട്ടോ. അതാണ് ഞാൻ ആ ടേംസ് പഠിച്ചു വെക്കണമെന്ന് പറയുന്നത്. വർക്ക് സിംപ്ലിഫിക്കേഷൻ, ജോബ് എൻലാർജ്മെന്റ്, ജോബ് റൊട്ടേഷൻ, ജോബ് എൻറിച്ച്മെന്റ്. ഓക്കെ, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ? സിമ്പിൾ ഇതിലേക്ക് ബ്രേക്ക് പ്രോഗ്രാം ചെയ്യുമ്പോഴാണ് സിംപ്ലിഫിക്കേഷൻ വരുന്നത്. ജോബ് എൻലാർജ്മെന്റ് പ്രോസസ് എക്സ്പാൻഡിങ് എ ജോബ് ഡ്യൂട്ടീസ് അല്ലെ, എല്ലാവർക്കുമായിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ജോലിയൊക്കെ ആണെങ്കിൽ എല്ലാവർക്കുമായിട്ട് വിധിച്ചു കൊടുക്കും. ജോബ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് കുറച്ചും കൂടി അല്ലെ ബോർഡം ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് റൊട്ടേറ്റ് ചെയ്ത് പോകും. അത് മാത്രമല്ല ഏതെങ്കിലും പേഴ്സൺ ആബ്സെന്റിസം വന്നു കഴിഞ്ഞാലും ആ വർക്ക് ഫ്ലോ നിലച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് റൊട്ടേറ്റ് ചെയ്ത് അപ്പൊ എല്ലാവരും എല്ലാം പഠിച്ചിരിക്കും അല്ലെ. Different narrowly defined task without the disrupting the flow of work. Disrupting അല്ലെ, അവിടെ വർക്കുകൾക്ക് തടസ്സം നേരിടുന്നത്. കാരണം നമുക്കറിയാം എല്ലാ എംപ്ലോയീസും എല്ലാത്തിനെ കുറിച്ചിട്ടും നല്ല നോളജ് ഉണ്ട്. സോ ഒരു എംപ്ലോയി ഇല്ല എന്ന് വെച്ച് അവിടെ വർക്ക് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുമ്പോൾ സ്പെഷ്യലൈസ്ഡ് ടാസ്ക് ആണ് അല്ലെ. ചില കാര്യങ്ങൾ കൂടി അധികമായിട്ട് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ കൊടുക്കാം അല്ലെ. അവർക്ക് ചിലതും കൂടി അല്ലെ, ചിലപ്പോൾ മീറ്റിംഗ് വിളിച്ചു കൊടുക്കാനായിട്ടുള്ള അധികാരം വിട്ടുകൊടുക്കാം അല്ലെ. ചില കാര്യങ്ങൾ കൂടി അധികമായിട്ട് കൊടുക്കാം. കേസ് ടെക്നീഷ്യന്മാരാണെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും ഡ്യൂട്ടി കൂടി അവർക്ക് ചെയ്യാനായിട്ടുള്ള അധികാരം വിട്ടുകൊടുക്കാം. ഓക്കെ, ഇത് അതാണ് പറയുന്നത് process of putting specialized task back together so that one person is responsible for producing all products or an entire service. അപ്പൊ നമുക്കറിയാം ആ ഒരു മൊത്തം സർവീസിന് നേടിയെടുക്കാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അവരിൽ ശുദ്ധമാവുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും ചെയ്യാനായിട്ടുള്ള കഴിവുകൾ സംഭരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം കുറച്ചും കൂടി നന്നായിട്ട് തന്നെ എല്ലാവരും പെർഫോം ചെയ്യും അല്ലെ. ടീം ബേസ്ഡ് ജോബ് ഡിസൈൻ ഇൻഡിവിജ്വലി വേണമെങ്കിൽ കൊടുക്കാം, അതല്ലെങ്കിൽ ടീം ബേസ്ഡ് ആയിട്ട് കൊടുക്കാം. തീർച്ചയായിട്ടും വർക്ക് എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ അതിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പൊ ഈ ടേംസുകളൊക്കെ ഓർത്ത് വയ്ക്കുക. അതേമാതിരി തന്നെ ജോബ് അനാലിസിസ്, അതിന്റെ പേരുകളൊക്കെ ചില പേരുകളൊക്കെ ഓർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പൊ ആരാണ് ഡിഫൈൻ ചെയ്തേക്കണേന്നുള്ളത് ഓർത്ത് വെക്കാനായിട്ട്. ഓക്കെ, ജോബ് അനാലിസിസിലെ പ്രോസസ്സ് അതിന് ഫസ്റ്റ് എന്താണെന്നോ സെക്കൻഡ് എന്താണ് ലാസ്റ്റ് എന്താണെന്നൊക്കെ അതൊന്ന് ഓർത്ത് വെക്കുക. പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് അല്ലെ, വിച്ച് ഈസ് ദ ഫസ്റ്റ് പ്രോസസ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ്, ലാസ്റ്റ് അതിനൊക്കെ ഉള്ള രീതിയിൽ മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഇതിൽ നമ്മൾ കാണാനുള്ളത് ജോബ് അനാലിസിസിലെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ ആണ്. ഇത് ബേസ് ചെയ്ത് എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഞാൻ പലവട്ടം നിങ്ങളെ പഠിപ്പിച്ചേക്കുന്ന കാര്യമാണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആയിരിക്കും അല്ലെ. അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ജോബ് ടൈറ്റിൽ, ജോബ് ലൊക്കേഷൻ, ജോബ് സമ്മറി അല്ലെ, ഹസാർഡ്സ്, എന്തൊക്കെയാണ് ജോലിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ. മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അതുമായി ബേസ് ചെയ്തിട്ടായിരിക്കും ചോദ്യങ്ങളൊക്കെ വരിക. സോ അതനുസരിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കി എപ്പോഴും എന്തായാലും അതൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. എപ്പോഴും ചോദിച്ചിട്ടാണുള്ളത്. സോ അത് നോട്ട് ചെയ്ത് പഠിക്കുക. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ആ ജോലി ചെയ്യാൻ പറ്റുന്ന വ്യക്തിക്ക് ആ പേഴ്സൺ ഉണ്ടായിരിക്കേണ്ട പ്രത്യേക സ്കില്ല്, ട്രെയിനിങ്, നോളജ് അതുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെയാണ്. ഒരു ക്വസ്റ്റ്യൻ പല ക്വസ്റ്റ്യൻസും അത് റിലേറ്റ് ചെയ്ത് കാണാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The emotional characteristics and sensory demands required for അതിൽ ഓപ്ഷൻസ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ജോബ് സ്പെസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഏതായിരിക്കും നോക്കാം. ജോബ് വുഡ് ബി ലിസ്റ്റഡ് ഇൻ ദ, ഞാൻ ചോദ്യം പോലും പറയാം, ദ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സെൻസറി ഡിമാൻഡ്സ് റിക്വയർഡ് ഫോർ. ജോബ് വുഡ് ബി ലിസ്റ്റഡ് ഇൻ ദ job description, job rotation planner, job specification, organizational chart. അപ്പോ അതിൽ ഏതായിരിക്കും the emotional characteristics and sensory demands required for a job would be listed in the, എന്തില് ആയിരിക്കും അത്? job specification. job specificationലെ sensory demands എന്ന് പറഞ്ഞ ആ ഒരു ഇത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ് ഈ ടൈപ്പ് ഇതുകൾ ആ ഒരു ചാർട്ട് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കണം. കാരണം കേട്ട് പഠിക്കേണ്ടതില്ല, നിങ്ങളൊരു വ്യക്തിക്ക് വേണ്ടത് അല്ലെങ്കിൽ ആ ജോലിക്ക് വേണ്ടതൊക്കെ മനസ്സിലാക്കി പഠിക്കുമ്പോൾ അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനൊക്കെ പഠിക്കും. ഓക്കെ, എന്തും ചോദിക്കേണ്ടതില്ലല്ലോ. നമുക്ക് ചാപ്റ്റർ കിടപ്പുണ്ട്, അതുകൊണ്ടാണ് ഇത്തിരി സ്പീഡിൽ പോകുന്നത്.
then പ്രത്യേകിച്ച് എല്ലാം നമുക്കറിയാം ചെയ്യാനൊന്നുമില്ല. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഓൾസോ ഹെൽപ്പ് ഇൻ designing the training content, tools and equipment to be used to conduct training and the methods of training. Okay, training and development എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ശരിക്കും ആക്ച്വലി നമുക്ക് പെർഫോം ചെയ്യുന്നത് നല്ല ഇച്ചിരി കൂടി സ്പീഡിൽ നല്ല ഒരു പരിചിതമായ രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ അല്ലെ നമ്മുടെ സ്കില്ല് നോളജ് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ് അവിടെ നിന്ന് ലഭ്യമാക്കി കിട്ടുന്നത്. സോ അത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. നമ്മൾ കണ്ട ഭാഗം തന്നെയാണ് ഇതിൽ വീണ്ടും വീണ്ടും ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഫസ്റ്റ് ചാപ്റ്റർ ഓക്കെ അല്ലേ? ചെറിയ റിവിഷൻ നിങ്ങൾക്ക് കിട്ടിയോ? എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെയാണ്. നമ്മള് പഠിച്ചുപോയ വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് പോയാൽ മതി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നമ്മുടെ വലിയ ചാപ്റ്ററിലേക്ക് തന്നെ പോവാം. ചാപ്റ്റർ സെലക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ ഒന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ? എടുത്ത് കഴിയുമ്പോൾ സമയം ഉണ്ടെങ്കിൽ എന്തായാലും പരീക്ഷ നടത്തും. ജസ്റ്റ് ഒന്ന് ഓർത്ത് പോയേച്ചാൽ മതി. സെലക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ അത് നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് നമുക്ക് ലാസ്റ്റ് ചാപ്റ്റർ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് സമയം നോക്കിയിട്ട് എടുക്കാം. അതിൽ എല്ലാം പോയിന്റ്സ് ആയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകാനേ ഉള്ളൂ അല്ലെ? എന്താണ് ടേംസ് എന്ന് മനസ്സിലാക്കി. ആണെങ്കിലും ട്രെയിനിങ് ഒക്കെ സിമ്പിൾ ചാപ്റ്റർ ആണ്. വലിയ കുഴപ്പമില്ലാതൊക്കെ നിങ്ങൾ പഠിച്ചും പോയി കാണാം. കാരണം അത്യാവശ്യം ഡിവിഷനൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഡിവിഷനൊക്കെ കിട്ടിയില്ലേ? ടാലന്റിന്റെയും ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിന്റെയൊക്കെ അത്യാവശ്യം വലിയ ചാപ്റ്റേഴ്സ് എല്ലാം ഞാൻ തന്നെ ഇതിലെ കുറച്ചുകൂടി എന്താ പറയാ റിവൈസ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാറുള്ളത് മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് എംപ്ലോയി റിലേഷൻസ് ആണ്. ഓക്കെ, അതിൽ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോയാൽ എന്താണ് എംപ്ലോയി റിലേഷൻസ്, സോറി ബെനിഫിറ്റ്സ്. എന്താണ് എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? അഡീഷണൽ ആയിട്ടുള്ള കോമ്പൻസേഷനുകളാണ് അല്ലെ? അതായത് എംപ്ലോയിക്ക് ബേസിക് ആയിട്ടുള്ള ബെനിഫിറ്റ്സ്, അതായത് സാലറി, ബേസിക് സാലറിക്ക് അപ്പുറം എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എംപ്ലോയീസ് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ടേംസുകൾ മനസ്സിലാക്കി പോവുക. എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ മറ്റൊരു പേരാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ഓക്കെ, അത് 3 രീതിയിലുണ്ട്. വോളണ്ടറി, ലീഗൽ ആൻഡ് കളക്റ്റീവ് ബാർഗൈനിങ് കൂടെ നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അവരുടെ പേരുകളൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, ബൈഹാർട്ട് പഠിക്കേണ്ട. ഓക്കെ, എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്നുള്ളത് എല്ലാത്തിലും അത് മനസ്സിലാക്കി വെക്കാം. എംപ്ലോയി റിസീവ് ഫോർ കണ്ടിന്യൂയിങ് ദർ എംപ്ലോയ്മെന്റ് അല്ലെ? അവിടെ അദ്ദേഹം പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ആയിട്ട് അവിടെ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പേയ്മെന്റ്സ് ആണ്. അത് തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഡീഷണൽ പാക്കേജ് ആണ്. ഓക്കെ, ഇപ്പൊ ചോദ്യം ചോദിച്ചു കഴിയുന്നത് ഡാഷ് ബെനിഫിറ്റ്സ് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കണം ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് അല്ലെ? എംപ്ലോയി ബെനിഫിറ്റ്സ് എന്നൊക്കെ ഉള്ളതാണ് ഒന്ന് ഓർത്ത് വെക്കാം. പിന്നെ അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ ആണ് അല്ലെ? എന്തെന്ന് പറയുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. എംപ്ലോയി ബെനിഫിറ്റ്സ് എന്നൊക്കെ പറയുന്നത് അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ, അതായത് ബേസിക് സാലറിക്ക് അപ്പുറം അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് additional compensation that an employee receives in addition to his or her basic wages and salary. And basic ആയിട്ടുള്ള കൂലിക്കും വേതനത്തിന് അപ്പുറം ലഭ്യമാകുന്ന അഡീഷണൽ കോമ്പൻസേഷനുകളാണ്. അങ്ങനെയാണ് നമ്മൾ എംപ്ലോയീസ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതില് ഇതിന്റെയൊക്കെ പ്രത്യേകത എല്ലാ ഭാഗത്തും കുറെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലെ? കുറെ സ്കോപ്പ് ഒബ്ജക്റ്റീവ്സ് ടൈപ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഉണ്ട് അല്ലെ? ജസ്റ്റ് ഹെഡിങ്സ് ഒക്കെ ഒന്ന് മസ്റ്റ് ആയിട്ട് ഒന്ന് മനസ്സിലാക്കി പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ എന്തുകൊണ്ട് പ്രൊവൈഡ് ടാക്സേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നോൺ ടാക്സിബിൾ ആയിട്ടുള്ള ഏണിങ്സ് ആണ്.
ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. അതുകൊണ്ടാണ് അത് ടു പ്രൊവൈഡ് ടാക്സേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. ബെനിഫിറ്റ്സ് ഷുഡ് ബി പ്രൊപ്പോർഷനേറ്റ് ടു ദ കോസ്റ്റ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, എപ്പോഴും എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് നൽകുന്നതാണ്. അപ്പൊ ഒരിക്കലും എന്താ പറയുക, അധികമായിട്ട് സഫർ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യാറുണ്ട്. തൊഴിലാളികളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് എന്നാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സഫർ ചെയ്യാനായിരിക്കും അവര് ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന് തയ്യാറാകുന്നത് അല്ലെ. അപ്പൊ കുറച്ച് ടേംസ് മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പൊ മനസ്സിലാക്കുക, ഈ എംപ്ലോയിയുടെ ഒരു കോൺട്രിബ്യൂഷൻ കൂടി സ്വീകരിച്ചിട്ട് എംപ്ലോയർ എന്താണ് എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ അത് മനസ്സിലാക്കി തന്നെ അതനുസരിച്ചിട്ട് നോക്കി പോവുകയാണെങ്കിൽ നമുക്കത് അറിയാൻ സാധിക്കും. മോസ്റ്റ് ഓഫ് ദ എംപ്ലോയീസിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ, അധികം കോസ്റ്റ് ബേർഡൻ ആവാത്ത രീതിയിൽ അങ്ങനെയുള്ള പ്രിൻസിപ്പിൾസ് ആയിരിക്കും അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി ടൈപ്പ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോഴും നമുക്കറിയാം പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളുണ്ട്. അതിൽ എന്താണ് ഇപ്പൊ എംപ്ലോയി സെക്യൂരിറ്റി കോമ്പൻസേഷനുകളൊക്കെ ഏതൊക്കെയാണ്? റിട്രെൻച്ച്മെന്റ് കോമ്പൻസേഷൻ, ലെയർ കോമ്പൻസേഷൻ ഒക്കെയാണ് സെക്യൂരിറ്റി ബെനിഫിറ്റ്സ്. ഓക്കെ, ആ ടേംസ് ജസ്റ്റ് നോക്കുക. പേയ്മെന്റ് ഫോർ ദ ടൈം നോട്ട് വർക്ക്ഡ് ആണെങ്കിൽ പെയ്ഡ് ഹോളിഡേയ്സും ഷിഫ്റ്റ് പ്രീമിയം ഹോളിഡേ പേയും പെയ്ഡ് റൊട്ടേഷൻ ഒക്കെയാണ്. റിട്ടയർമെന്റ് ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ട്, ഡെപ്പോസിറ്റ്, ഇൻകം ഇൻഷുറൻസ്, ഗ്രാറ്റുവിറ്റി, മെഡിക്കൽ ബെനിഫിറ്റ്സ്, പെൻഷൻ അല്ലെ. അത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളാണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. സെക്യൂരിറ്റി ആണെങ്കിൽ റിട്രെൻച്ച്മെന്റ് കോമ്പൻസേഷനും ലെയർ കോമ്പൻസേഷൻ ഒക്കെയാണ് അല്ലെ. ഓൾഡ് ഏജ് കാര്യങ്ങളൊക്കെയാണ് ഇത്. വെൽഫെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എംപ്ലോയിയുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ഹോളിഡേയ്സും പിക്നിക്കും അങ്ങനെയൊക്കെ. ഓക്കെ, പേയ്മെന്റ് നമുക്ക് അങ്ങോട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ ഈ ഒരു അത് ഓർത്ത് വെക്കുക. ക്ലിയർ ആണോ? ഇനിയും പഠിക്കേണ്ടതായിട്ട് വരുമോ? ഇപ്പൊ തന്നെ പഠിച്ചില്ലേ? കിട്ടിയോ? സെക്യൂരിറ്റി ആണെങ്കിൽ എന്തൊക്കെയാണ്? റിട്രെൻച്ച്മെന്റ് കോമ്പൻസേഷൻ, പേ ഓഫ് കോമ്പൻസേഷൻ. ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എംപ്ലോയി പി എഫ് അല്ലെ, പി എഫ്, ഡെപ്പോസിറ്റ്, ലിങ്കഡ് ഇൻഷുറൻസ്, ഗ്രാറ്റുവിറ്റി, മെഡിക്കൽ ബെനിഫിറ്റ്സ്, പെൻഷൻ ബെനിഫിറ്റ്സ്. ഓക്കെ, വെൽഫെയർ എന്നൊക്കെ പറയുന്നത് അതായത് വിനോദത്തിനും ക്ഷേമത്തിനും വേണ്ടിയിട്ടുള്ള എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ ക്രെഡിറ്റ് സൊസൈറ്റീസ്, കൺസ്യൂമർ സൊസൈറ്റീസ്, ക്യാൻറ്റീൻ അല്ലെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്, അതും ഒരു 4 കൊടുത്തിട്ടുണ്ട്. പെയ്ഡ് ഹോളിഡേയ്സ്, ഷിഫ്റ്റ് പ്രീമിയം, ഹോളിഡേ പേ, പെയ്ഡ് വൊക്കേഷൻ. ഞാൻ എന്റെ ടേംസുകൾ ജസ്റ്റ് എല്ലാം നോട്ട് ചെയ്ത് പോയാൽ മതി. എന്താണ് ഹോളിഡേ പേ എന്ന് പറയുമ്പോൾ ആ പെയ്ഡ് ഡബിൾ ദ റേറ്റ് ഓഫ് നോർമൽ സാലറി. പിന്നെ ആക്ടുകളൊക്കെ ഇയറുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. ഫാക്ടറീസ് ആക്ട് എന്നാണ് 1948. ഓക്കെ അല്ലേ? ഹോളിഡേയ്സ് ഒക്കെ പൊതുവെ അതെന്താണെന്നും ചോദിച്ചിട്ടാണെങ്കിലും പക്ഷെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സൺഡേ ഹോളിഡേ, സെറോത്തൊക്കെ ആണെങ്കിൽ 1-2 ദിവസമൊക്കെ ഹോളിഡേ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. എംപ്ലോയി സെക്യൂരിറ്റിയില് ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇയേഴ്സ് ഉണ്ട്, അതേമാതിരി തന്നെ ആക്ടുകളുടെ പേരുകളുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. എംപ്ലോയി സെക്യൂരിറ്റി അത് മിക്കപ്പോഴും കാണാറുണ്ട്. എംപ്ലോയി സെക്യൂരിറ്റി എന്തെങ്കിലും കോമ്പൻസേഷൻ, റിട്രെൻച്ച്മെന്റ് കോമ്പൻസേഷനിലെ എന്താ പറയാ, ഇൻഡസ്ട്രിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എംപ്ലോയി 50 or more അല്ലെ, അതല്ലെങ്കിൽ 15 days, 14 days, 45 days അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ടേംസുകളൊക്കെ പറയാനുണ്ട്. അപ്പൊ അവിടെ എത്ര പെർസെന്റേജ് ആണ് കോമ്പൻസേഷൻ? അറ്റ് റേറ്റ് 50% ആണോ, 25% ആണോ, അങ്ങനെ വെച്ച് ചോദിക്കാറുണ്ട്. പിന്നെ ഇവിടെയുള്ള ആക്ടുകൾ ഇയറുകൾ മാറ്റി ചോദിച്ച് കാണാറുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം റിട്രെൻച്ച്മെന്റ് ബെനിഫിറ്റ് ആണെങ്കിൽ എന്താണ്? നോൺ സീസണൽ ഇൻഡസ്ട്രീസ് എസ്റ്റാബ്ലിഷ് എംപ്ലോയി 50 or more വർക്കേഴ്സ് ആണ് അല്ലെ. അത് 50 or more വർക്കേഴ്സിന് പകരം വേറെ എന്തെങ്കിലും നമ്മൾ ചോദിക്കാറുണ്ട്. ആ ഒരു ടേം നിങ്ങളൊന്ന് ജസ്റ്റ് പഠിച്ചു നോക്കാം. അപ്പൊ മസ്റ്റ് ആയിട്ടും ചോദിച്ചു കാണാറുള്ള ഒരു ടേമാണ് ഏതെങ്കിലും ക്വസ്റ്റ്യൻ. എംപ്ലോയി സെക്യൂരിറ്റിയുടെ ടേം. ഓക്കെ,
ഓക്കെ അല്ലേ? വായിച്ചു നോക്കിയോ? കിട്ടിയോ? ജസ്റ്റ് ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്കറിയാം എന്താണ് റിട്രെൻച്ച്മെന്റ് കോമ്പൻസേഷൻ ഈസ് എ ഫോം ഓഫ് കാഷ്. എംപ്ലോയി സെക്യൂരിറ്റി ബെനിഫിറ്റ്, ഓൾഡ് ഏജ് ബെനിഫിറ്റ്, റിക്രിയേഷണൽ ഫെസിലിറ്റി, ഡി പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്. ഇത് ബെനിഫിറ്റ് ആണത്. ഇത് ബെനിഫിറ്റ് ആണ്. ഓപ്ഷൻ ഞാൻ പറഞ്ഞുപോയി. എംപ്ലോയി സെക്യൂരിറ്റി ബെനിഫിറ്റ്, ഓൾഡ് ഏജ് ബെനിഫിറ്റ്, റിക്രിയേഷണൽ ഫെസിലിറ്റി, പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്. ചോദ്യം എന്താണ്? റിട്രെൻച്ച്മെന്റ് കോമ്പൻസേഷൻ ഈസ് എ ഫോം ഓഫ് കാഷ് ബെനിഫിറ്റ്. ഏത് ബെനിഫിറ്റ് ആണ്? ക്ലിയർ ആയില്ലേ? ചോദ്യം എന്താണ്? അതായത് റിട്രെൻച്ച്മെന്റ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഏത് ബെനിഫിറ്റിൽ പെടുന്നതാണ്? ഏത് ബെനിഫിറ്റിൽ പെടുന്നതാണ്? ഏത് ബെനിഫിറ്റിലാണ് പെടുന്നത്? ക്ലിയർ ആയില്ലേ? ചോദ്യം എന്താണെന്ന് മനസ്സിലായോ? റിട്രെൻച്ച്മെന്റ് കോമ്പൻസേഷൻ ഏത് ബെനിഫിറ്റിലാണ് പെടുന്നത്? ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓപ്ഷൻ പറയട്ടെ. ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൽ പെടുന്നതാണ്, പക്ഷെ അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് നമ്മളോട് പറയുന്നുണ്ട്. എംപ്ലോയി സെക്യൂരിറ്റി ബെനിഫിറ്റ്, ഓൾഡ് ഏജ് ബെനിഫിറ്റ്, റിക്രിയേഷൻ ഫെസിലിറ്റി, പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്. 4 ഓപ്ഷൻസ് പറയുന്നുണ്ട്. എംപ്ലോയി സെക്യൂരിറ്റി ബെനിഫിറ്റ്, ഓൾഡ് ഏജ് ബെനിഫിറ്റ്, റിക്രിയേഷൻ ഫെസിലിറ്റി, പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്. ഏത് ബെനിഫിറ്റിലാണ് പെടുന്നത്? ഈ റിട്രെൻച്ച്മെന്റ് കോമ്പൻസേഷൻ നോക്കാം. എംപ്ലോയി സെക്യൂരിറ്റി ബെനിഫിറ്റിൽ പെടുന്നതല്ലേ? ഞാൻ അതുകൊണ്ട് ഈ ടേബിൾ വരച്ചപ്പോ തന്നെ അത് മനസ്സിലാക്കി പഠിപ്പിച്ചത്. അതായത് എംപ്ലോയി സെക്യൂരിറ്റി ബെനിഫിറ്റ് അല്ലെ, ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന്റെ ഭാഗങ്ങളാണ്. പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളുണ്ട്. അതിൽ എംപ്ലോയി സെക്യൂരിറ്റി ബെനിഫിറ്റിൽ പെടുന്നതാണ് റിട്രെൻച്ച്മെന്റ് കോമ്പൻസേഷനും ലേ ഓഫ് കോമ്പൻസേഷനും. ഓക്കെ, ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നത് മനസ്സിലായോ? ക്ലിയർ ആയോ? ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിൽ പെടുന്നതാണ് ഈ പറഞ്ഞ എംപ്ലോയീസ് PF, ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ്, ഗ്രാറ്റുവിറ്റി, മെഡിക്കൽ ബെനിഫിറ്റ്, പെൻഷൻ ബെനിഫിറ്റ്സ് ഒക്കെ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, അങ്ങനെ ചോദിച്ചതാണ്. പിന്നെ നമുക്ക് താഴേക്ക് പോവാം. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ആക്ടുകളുടെ പേരുകൾ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. അല്ലെ, അവിടെ കുറെ ആക്ടുകളുടെ പേര് ഇവിടെയും ഉണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോവുക. കോമ്പൻസേഷന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കുക. അതേപോലെ തന്നെ പേയ്മെന്റ് ഓഫ് കോമ്പൻസേഷൻ യൂഷ്വലി പെയ്ഡ് അപ് ടു 45 days in a year. അല്ലെ, 45 ദിവസം വരെയുള്ള രീതിയിലാണ് കോമ്പൻസേഷനുകളൊക്കെ ലഭ്യമാക്കുക. അതേമാതിരി തന്നെ നമുക്കറിയാം വെൽഫെയർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസുകളിൽ പെടുന്ന ബെനിഫിഷ്യൽ പാക്കേജുകളാണ് ഹൗസിംഗ്, ക്യാൻറ്റീൻ. ക്യാൻറ്റീനിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സെക്ഷൻ 46 പ്രകാരം 1948 ഫാക്ടറീസ് ആക്ട് 1948 പ്രകാരം 250 വർക്കേഴ്സിൽ കൂടുതലുണ്ടെങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു ബെനിഫിഷ്യൽ പാക്കേജ് ആണ്. അതായത് കമ്പൽസറി ആയിട്ട് അവിടെയുള്ള എംപ്ലോയീസിന് ലഭ്യമാകേണ്ട ബെനിഫിഷ്യൽ പാക്കേജ് ആണ് ക്യാൻറ്റീൻ സൗകര്യം. അല്ലെ, ഈവൻ നമുക്കറിയാം ചില കമ്പനികളിൽ 250 എംപ്ലോയീസ് ഇല്ലെങ്കിലും അത് സ്വമേധയാ വോളണ്ടറി ആയിട്ട് പേര് നൽകുന്നു. അപ്പൊ ഈ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും വോളണ്ടറി ആയിട്ട് ക്യാൻറ്റീൻ സർവീസ് പ്രദാനം ചെയ്യുന്ന എംപ്ലോയീസ് അല്ലെ, നമുക്ക് ചിലപ്പോൾ ഓപ്ഷൻ 250 below 250 workers, above 250 workers, 250 workers എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. വോളണ്ടറി ആയിട്ട് നൽകണമെങ്കിൽ 250 താഴെയുള്ള വർക്കേഴ്സ് അല്ലെ ഉള്ള ഇൻഡസ്ട്രികളാണ് വോളണ്ടറി ആയിട്ട് നൽകുക. 250 കൂടുതലോ വർക്കേഴ്സുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ മാൻഡേറ്ററി ആയിട്ട് അല്ലെ, മസ്റ്റ് ആയിട്ട് അവർക്ക് അവൈലബിൾ ആകേണ്ടതാണ്. സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ആണ്. ഓക്കെ, അത് ഏത് സെക്ഷൻ ആണെന്നൊക്കെ ചോദിച്ചു കാണാറുണ്ട്. സെക്ഷൻ 46. ഓക്കെ, ഇതെല്ലാം നമുക്കറിയാം എന്താണ് എംപ്ലോയീസിന്റെ റിക്രിയേഷൻ അല്ലെ, ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്. വെൽഫെയർ ക്ഷേമ വിനോദത്തിന് വേണ്ടിയിട്ടൊക്കെ തൊഴിലാളികൾക്ക് വേണ്ടി വരുന്ന നൽകുന്ന ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളാണ്. ഓൾഡ് ഏജ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിൽ ഈ ഒരു ഭാഗമൊക്കെ ഇമ്പോർട്ടന്റ് ആണ്.
അതില് EPF എന്നൊക്കെ ഫുൾ ഫോമുകളൊക്കെ ഓർത്തിരിക്കുക. 1952 അത് പാസ് ഔട്ട് ആയത്. അതേപോലെ തന്നെ നമുക്കറിയാം ഇതില് 2-3 മറ്റു ഇതുകളൊക്കെ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലെ. ഫാമിലി പെൻഷൻ ഫണ്ട്, ഡെപ്പോസിറ്ററി ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട് 1976 ഒക്കെ. അതൊക്കെ നമുക്ക് നോക്കിയിട്ട് പോവാം. ഗ്രാറ്റുവിറ്റിയും ഇമ്പോർട്ടന്റ് ആണ്. അവിടെ എന്താണ് ഗ്രാറ്റുവിറ്റി എന്നൊക്കെ ചോദിച്ചു കാണാറുണ്ട്. ഗ്രാറ്റുവിറ്റീസ് റിവാർഡ്. എന്താണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്? തൊഴിലുടമയുടെ കീഴിൽ ഏതെങ്കിലും ഒരു തൊഴിലുടമയുടെ കീഴിൽ 5 വർഷത്തിൽ കൂടുതൽ അല്ലെ സേവനം, തുടർച്ചയായിട്ട് 5 വർഷത്തിൽ കൂടുതൽ സേവനം ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിൽ തൊഴിലുടമ ആ തൊഴിലാളിക്ക് ആ കമ്പനിയിൽ നിന്ന് വിട്ടുപോകുന്ന സ്വമേധയാ ആവാം അല്ലാതെയും ആകെ വിട്ടുപോകുന്ന അവസരത്തിലല്ല തൊഴിലുടമ തൊഴിലാളിക്ക് വേണ്ടിയിട്ട് നൽകുന്നതാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. അതിന്റെ ഗ്രാറ്റുവിറ്റി ആക്ട് ഉണ്ട് 1972. 15 days ആണ് അവിടെ പ്രധാനമായിട്ടൊക്കെ പറയുന്നത്. ഷാൽ ബി at the rate of 15 days of wages every completed year പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് നോട്ട് ചെയ്യാം. പറഞ്ഞ ഇയറുകളും എന്തെങ്കിലും അതെ പ്രത്യേകമായിട്ടുള്ള എമൗണ്ട്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ട് ചെയ്ത് പോകാൻ ശ്രമിക്കാം. ഇതാണ് ESIS എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. അതിന്റെയൊക്കെ ഇയർ പറയുന്നുണ്ട്. ഫാമിലി പെൻഷൻ സ്കീം 1971 ഇതില് നമുക്കറിയാം ഈ എമൗണ്ട്സിലൊക്കെ വേരിയേഷൻസ് ഉണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള എമൗണ്ട്സ് ഒന്നും നിങ്ങൾ റെക്കോർഡൊന്നും പഠിക്കേണ്ട, വേരിയേഷൻസ് വരുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുന്ന കുറച്ച് ഇത്രയും മെമ്പേഴ്സിൽ കൂടുതലുള്ളവരുണ്ടെങ്കിൽ പാക്കേജുകൾ നൽകണം അല്ലെ, അങ്ങനെയൊക്കെയുള്ള കുറെ തിയറി അല്ലെ കൃത്യമായിട്ടുള്ള കമേഴ്ഷ്യലൊക്കെ മനസ്സിലാക്കുക. എന്താണ് വിഡ്രോവൽ ബെനിഫിറ്റ്? ഇറ്റ് ഈസ് എ ഫോം ഓഫ് എ ലംപ് സം എമൗണ്ട് payable to the member on leaving the service before his retirement age. റിട്ടയർമെന്റ് ഏജിന് മുമ്പ് അവർക്ക് വേണ്ടിയിട്ട് നീക്കി വെച്ചിരിക്കുന്ന ഫണ്ട് എടുത്തിട്ട് അല്ലെ ചെറിയ ഇൻട്രസ്റ്റിന്റെ ബേസിൽ ഫണ്ട് എടുത്തിട്ട് യൂസ് ചെയ്യാനുള്ള കണ്ടീഷൻ, അതാണ് വിഡ്രോവൽ ബെനിഫിറ്റ്സ്. അതിനകത്ത് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി പോകാനാണ്. വേറല്ലേ പറഞ്ഞ തന്നെ ഇതുണ്ടോ? ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിച്ചു പോവാം. The benefit in the form of a lump sum given to the member on their normal retirement under the employee's family pension scheme is അത് നമുക്കറിയാം റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണ്. അത് കാരണം റിട്ടയർമെന്റ് ബെനിഫിറ്റിലാണ് ലംപ് സം എമൗണ്ട് ആയിട്ട് അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ആണെങ്കിൽ ചില ക്വസ്റ്റ്യൻസുകൾ അതുമായി ബന്ധപ്പെട്ട് ഇച്ചിരി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ വരുമ്പോൾ തീർച്ച പഠിച്ചു വെക്കുക. ഓക്കെ, പ്രോബ്ലം ആണെങ്കിൽ ആ ടേംസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ലംപ് സം എമൗണ്ട് പേയബിൾ ടു ദ മെമ്പർ ഓൺ ലീവിംഗ് സർവീസ് ബിഫോർ ഹിസ് റിട്ടയർമെന്റ് ഏജ്. ആ ഒരു ടേംസിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ അതായത് നമുക്കറിയാം മനസ്സിലാക്കി വെക്കേണ്ടത് ഇങ്ങനെയാണ്. അതായത് നമ്മള് റിട്ടയർമെന്റിന് മുമ്പ് തന്നെ അവിടെ പിൻവലിക്കുകയാണ്. കാരണം ആ എമൗണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്നവരാണ് ആദ്യ ടൈമിൽ അങ്ങനെ പിൻവലിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ ബേസിലാണ് അവർ കൊടുക്കുള്ളൂ. സബ്ജക്ട് ടു ഫുൾഫിൽമെന്റ് ഓഫ് സർട്ടൻ കണ്ടീഷന്റെ ബേസിൽ മാത്രമാണ് ഇങ്ങനെ വിഡ്രോ ചെയ്യാനായിട്ട് അവർക്ക് അനുവദിക്കുകയുള്ളൂ. ഇനി മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് സർവീസ് ആണ്. അതില് നമുക്കറിയാം എന്താണ് എങ്ങനെയൊക്കെ എന്തൊക്കെ രീതിയിലാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ബെനിഫിഷ്യൽ പാക്കേജ് കൊടുക്കുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ അനലൈസ് ചെയ്യണം അല്ലെ. തൊഴിലാളികൾക്കൊക്കെ നല്ല സാറ്റിസ്ഫൈഡ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ ഡിപ്പാർട്ട്മെന്റ് കണ്ടുപിടിച്ച് കൊടുക്കുന്നത്. അപ്പൊ അതാർക്കൊക്കെ കൊടുക്കണം, എങ്ങനെയുള്ളവർക്ക് കൊടുക്കണം, എത്രമാത്രം കൊടുക്കണം, അല്ലെ ഒരുപാട് റിസ്ക് എടുക്കാനൊന്നും അവർ തയ്യാറാവില്ല. പ്രൊഫഷണറി പീരീഡിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ടൈമിലൊന്നും തൊഴിലുടമയ്ക്ക് അധികം റിസ്ക് എടുക്കേണ്ടി വരില്ല അല്ലെ. പ്രൊഫഷണറി പീരീഡിന് ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി പോവുക. പ്രൊഫഷണൽ പീരീഡിന്റെ ടൈമില് തൊഴിലുടമയ്ക്ക് ഇതിന്റെ റിസ്ക് എടുക്കേണ്ടതായിട്ട് വരില്ല. അത് ഏത് പീരീഡിലാണ് ഇങ്ങനെ തൊഴിലുടമയ്ക്ക് റിസ്ക് എടുക്കാൻ പറ്റാതായിട്ട് വരാത്തത് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വയ്ക്കുക. പ്രൊഫഷണൽ പീരീഡിന്റെ ടൈമിലാണ് റിസ്ക് എടുക്കേണ്ടത്. നമുക്കറിയാം എംപ്ലോയിയുടെ ചോയ്സുകൾ, എംപ്ലോയിക്ക് ഏത് തരത്തിലുള്ള ഇൻട്രസ്റ്റ് അല്ലെ താല്പര്യം, ഏത് ബെനിഫിഷ്യൽ ആണ് താല്പര്യം എന്നൊക്കെയുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വ്യത്യസ്ത രീതിയിൽ അതറിയാൻ സാധിക്കും. ഫസ്റ്റ് ഇന്റർവ്യൂ നടത്തി, സിറ്റഡ് ക്വസ്റ്റ്യൻ നടത്തി, അല്ലെങ്കിൽ സോഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് മെത്തേഡ് ഒക്കെ വഴി നടത്താൻ സാധിക്കും. പക്ഷെ
ചെറിയ ചെറിയ ഫാമൊക്കെ ആണെങ്കിൽ ഒരു അല്ലേ ചെറിയ ഷോപ്പൊക്കെ ആണെങ്കിൽ നമുക്കറിയാം കുറച്ച് പേര് ലിമിറ്റഡ് മെമ്പേഴ്സ് ഉണ്ടാവുള്ളൂ അല്ലെ എംപ്ലോയീസ്. അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ്സിലെ ഇന്റർവ്യൂ എത്താനായിരിക്കും എപ്പോഴും എളുപ്പം അല്ലെ. കുറച്ചും കൂടി വൈഡ് ആവുമ്പോഴാണ് നമുക്കറിയാം വലിയ മറ്റു രീതികളൊക്കെ ഫോളോ ചെയ്യുന്നതായിട്ട് വരുന്നത്. ഓക്കെ, points അപ്പോൾ നോട്ട് ചെയ്യാം. The most effective marketing research method for a small organization or for benefit panels includes all the limited members ഒക്കെ ആണെങ്കിൽ ആ രീതി ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതൊക്കെ ജസ്റ്റ് നമുക്കറിയാം പല രീതിയിലൊക്കെയാണ് മനസ്സിലാക്കിയിട്ടാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഏതാണെന്ന് മനസ്സിലാക്കുന്നത്. ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറയുന്നത് ഹെഡിങ് വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ജസ്റ്റ് എല്ലാ ഇമ്പോർട്ടൻസ് ഒന്നും വായിച്ചിട്ട് ഹെഡിങ്സ് ഒന്നും മനസ്സിലാക്കാൻ നോക്കാം. ഓക്കെയാണോ? വായിച്ചു നോക്കിയോ എന്താണ് ഇമ്പോർട്ടൻസ്? ഇവിടെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ വ്യത്യസ്ത ഫോളോയിങ്സ് ഒക്കെയുള്ള രീതിയിൽ ഏതെങ്കിലും ഓഡ് വൺ ഔട്ടൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഹെഡിങ് ഒക്കെ മനസ്സിലാക്കാം. നമ്മളെ ബെനിഫിറ്റ്സ് എന്തെങ്കിലും ഇവിടെ അട്രിഷൻ റേറ്റിന്റെ കാര്യം വീട്ടിൽ ചോദിച്ചു കാണുന്നുണ്ട്. എന്താണ് അട്രിഷൻ റേറ്റ് എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. ഒരുപാട് ആ ഫോമില് തന്നെ എംപ്ലോയീസ് തീരുമാനമെടുക്കുക. നോൺ ടേൺ കമ്മിറ്റ്മെന്റ് ഓർ ദ പാർട്ട് ഓഫ് വർക്കേഴ്സ് ഡിസീസ് റിഡക്ഷൻ ട്രെയിനിങ് ആൻഡ് റിക്രൂട്ട്മെന്റ് കോസ്റ്റ് അല്ലെ. Fringe benefits are the key factors that have a bearing of the employee's decision to leave or continue with its employer. എംപ്ലോയറിന്റെ കൂടെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കരുത്. നമുക്കറിയാം നമുക്ക് നല്ല ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കും. ട്രസ്റ്റ് ഇതെല്ലാം ഹെഡിങ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഹെഡിങ് വെച്ച് മാത്രം നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. എന്താണ് ഇമ്പോർട്ടൻസിൽ വരുന്നത് എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ പ്രോബ്ലംസ്. എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ എന്തൊക്കെ പ്രോബ്ലംസ് വരാം അല്ലെ. ഇതൊക്കെ വെറുതെ എംപ്ലോയിക്ക് ലഭ്യമാണെന്നുള്ള തോന്നൽ വരാം. ഒരു അല്ലെ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു രീതിയാണെന്നൊക്കെ തോന്നാം. ഒരുപാട് എക്സ്പെൻസ് ഒക്കെ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ട് എംപ്ലോയീസ് ഒക്കെ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരുപാട് തീർച്ചയായിട്ടും നമുക്കറിയാം ലെസ് പ്രൊഡക്റ്റീവ് എംപ്ലോയീസ് ആയിരിക്കും. അതായത് എല്ലാവർക്കും കിട്ടുള്ളൂ എന്ന് ഓർത്തുകൊണ്ട് ചില എംപ്ലോയീസ് ഇങ്ങനെ ചെയ്താലും മതി എനിക്കും അല്ലെ എല്ലാവരും ടൂർ പോകുന്നതിന്റെ ഒപ്പം എനിക്കും പോകാൻ പറ്റും എന്നൊക്കെ ഒരു മനോഭാവമുള്ള എംപ്ലോയീസ് ഒക്കെ ഉണ്ടാവാം. അതർ എംപ്ലോയീസ് ഫങ്ഷൻസ് തീർച്ചയായിട്ടും നമുക്കറിയാം മറ്റു എംപ്ലോയീസിന് അല്ലെ കോൺസിക്വന്റ്ലി ഡ്യൂ ടു ഓവർ എംഫസിസിംഗ് ഓൺ ദ basic benefit service employees often develop concern for their future security instead of personal productivity അല്ലെ. അവിടെ എംപ്ലോയീസിന്റെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജ് ഒക്കെ കിട്ടും എന്നുള്ള മൈൻഡിൽ തന്നെ അവർ അധികം വർക്കൊന്നും ചെയ്യാതെ തന്നെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു ടേം എന്ന് പറയുന്നത് എംപ്ലോയി റിലേഷൻസ് ആണ്. ബന്ധങ്ങൾ നമ്മള് കണ്ടതാണ്. തൊഴിലുടമ തൊഴിലാളി ബന്ധം മാത്രം പോരാ. ആ ഒരു വലിയ കമ്പനിയൊക്കെ നിലനിന്ന് പോകണമെങ്കിൽ അതിന്റെ എല്ലാ തരത്തിലുള്ള തലങ്ങളുമായിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോകണം. അപ്പോ അതുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രി റിലേഷൻസിന്റെ ടേംസ് വേർഡ്സ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകുക. എന്താണ് മീൻ ചെയ്യുന്നത് ഡിഫറെന്റ് അവരുടെയൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ക്ലർക്കിന്റെ ഒക്കെ അഭിപ്രായങ്ങളൊക്കെ എപ്പോഴും ചോദിച്ചു കാണാവുന്നതാണ്. നേച്ചർ ഇതിലാണ് കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള സ്കോപ്പ്, നേച്ചർ, ഒബ്ജക്റ്റീവ്സ് അല്ലെ, ഇമ്പോർട്ടൻസ് അങ്ങനെ കുറെ ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഹെഡിങ്സ് വെച്ച് തന്നെ മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കുക. ഡിസിപ്ലിനറി ഡയമെൻഷൻ സ്കോപ്പ് എന്നുണ്ട്. പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റിനെ പലതരത്തിലുള്ള പേരിൽ അറിയപ്പെടും. പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ്, പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ്, എംപ്ലോയി ഇൻവോൾവ്മെന്റ്. ഓക്കെ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം.
പിന്നെ പലതരത്തിലുള്ള എംപ്ലോയേഴ്സിന്റെ യൂണിയനുകളുണ്ട്. CIEയും AIOEയും അതൊക്കെ എംപ്ലോയേഴ്സിന്റെ യൂണിയൻ ആണെന്ന് ഓർത്തിരിക്കാം. അതിന്റെയൊക്കെ ഫുൾ ഫോം ഒന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കാം. എന്താണ് കളക്റ്റീവ് ബാർഗൈനിങ് മൊത്തത്തിലുണ്ട്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഹെഡിങ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കാം. ആക്ടേഴ്സ്, പ്രധാനമായിട്ടുള്ള മെയിൻ ആക്ടേഴ്സ് തൊഴിലാളികള്, തൊഴിലുടമ, ഗവൺമെന്റ്, അവരെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങള്. പിന്നെ എന്താണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ്, അല്ലെ എന്തൊക്കെ ഫാക്ടേഴ്സുകളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ ഇൻഡസ്ട്രി റിലേഷൻസിന്, ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സുകളുണ്ട്. എക്കണോമിക്, ടെക്നിക്കൽ, ഇതൊക്കെ. പിന്നെ ഇതിൽ ഓരോന്നിലും എന്തൊക്കെ കാര്യങ്ങൾ പെടുന്നുണ്ട്, അല്ലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ് എപ്പോഴും ചോദിച്ചു കാണാറുള്ളതാണ്. ഏതെങ്കിലും ഫാക്ടേഴ്സ് ചോദിച്ചു കാണാറുണ്ട്. ഗവൺമെന്റ് പോളിസി, ലേബർ ലോ, വർക്കിംഗ് ലേബർ പോളിസി, ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ് ആണ്, അല്ലെ. അങ്ങനെ ഓരോ ഫാക്ടേഴ്സിന്റെ പ്രത്യേകതകൾ നോക്കാം. അതേപോലെ തന്നെ അപ്രോച്ചസും ചോദിച്ചു കാണാറുണ്ട്. ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യോളജിക്കൽ, സോഷ്യോ എത്തിക്കൽ അപ്രോച്ച്, ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. ഓക്കെ, ഓരോന്നിനും എന്താണ് പ്രാധാന്യത്തുള്ള, അല്ലെ. ഫസ്റ്റ്ഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഗാന്ധിയൻ അപ്രോച്ചിലാണ് പറയുന്നെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് റിലേഷൻ അപ്രോച്ചിൽ നമുക്കറിയാം ഹ്യൂമനെ, അല്ലെ, അപ്രീസിയേറ്റ്, അവർക്ക് അവാർഡ് കാര്യങ്ങൾ അവർക്ക് കുറച്ച് പ്രാധാന്യം കൊടുത്തിട്ടാണ് നമുക്കറിയാം മേയോ ആണ് അതെല്ലാം അവാർഡ് ചെയ്തെടുത്ത് അതൊക്കെ നമുക്ക് ഇത് പോവാം. സെൽഫ് എസ്റ്റീം, അല്ലെ, ഇതൊക്കെയാണ് പ്രാധാന്യത്തോടുകൂടി വരുന്നത്. സോഷ്യോളജിക്കൽ അപ്രോച്ച്, അപ്പൊ ഓരോന്നിന്റെയും ആ അപ്രോച്ചിൽ എന്താണ് കണ്ടന്റ് ഉള്ളത് നോക്കാം. ഈ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഫസ്റ്റ്ഷിപ്പ് കാര്യങ്ങളാണ് കൂടുതൽ പ്രാധാന്യം കാണിക്കുന്നത്. സോഷ്യോ എത്തിക്കൽ എന്ന് പറയുന്നത് നമുക്കറിയാം ധാർമ്മികമായ മൂല്യങ്ങൾക്കും കൂടി പ്രാധാന്യം കൊടുക്കും, അല്ലെ. സോഷ്യൽ പ്രാധാന്യം മാത്രമല്ല എത്തിക്കൽ ആയിട്ടുള്ള സീക്വൻസിന് കൂടെ പ്രാധാന്യം കൊടുക്കണം. ഡെവലപ്മെന്റ് സിസ്റ്റം അപ്രോച്ചിൽ നമുക്കറിയാം 3 വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻവയോൺമെന്റൽ കോഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത്, ഇതൊക്കെ എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. ചാർട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. ആദ്യമാണത് ഡെവലപ്മെന്റ് സിസ്റ്റം അപ്രോച്ച്. ഇനി അതില് ഐഡിയോളജിക്കൽ, ഇതൊക്കെ അത് തന്നെ റിലേറ്റ് ചെയ്തിട്ടുണ്ടാണ്. അപ്പൊ ഈ റിലേഷൻസ്, അല്ലെ, ഇവിടെ റിലേഷൻസിന് കുറച്ചും കൂടി സിഗ്നിഫിക്കൻസുകൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഹെഡിങ്സ് വെച്ച് നോക്കി പോവാം. നമുക്ക് നോക്കാം ട്രേഡ് യൂണിയനുകളാണ്. ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എംപ്ലോയീസിനെ സപ്പോർട്ട് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെയും കുറച്ച് വ്യക്തികളുടെ പ്രൊഫഷൻസ് ഉണ്ട്. ബോട്ടം അപ്പ് അതോറിറ്റി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് താഴെയുള്ളവരും കൂടി, അല്ലെ, വോട്ടും കാര്യങ്ങളും കിട്ടിയിട്ടാണ് യൂണിയൻ ലീഡേഴ്സ് ഒക്കെ അവിടെ ആക്റ്റീവായിട്ട് വരുന്നത്, അല്ലെ, എലക്ട് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം താഴെ നിലവിലുള്ളവരെ കൂടി പ്രാധാന്യം കൽപ്പിച്ചിട്ട് തന്നെയാണ് അത് ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിക്കുന്നത്. റീസൺസ് ഓഫ് എംപ്ലോയി ജോയിൻ ട്രേഡ് യൂണിയൻ, വ്യത്യസ്ത കാര്യങ്ങളുണ്ട്. മിനിമൽ ഡിസ്ക്രിമിനേഷൻ ഒക്കെ നമുക്കറിയാം അതുമായി ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ്സുകളാണ്, അല്ലെ. നമ്മൾ എന്ത് റീസൺ കൊണ്ടാണെന്നൊക്കെ രീതിയിൽ വന്നിട്ട് ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പിയർ പ്രഷർ ആൻഡ് അതർ റെസ്പെക്ട് എന്ന് പറയുന്നതാണ്. കോളേജസ് അവര് കുറെ കൂട്ടുകാരെ അതില് മെമ്പർഷിപ്പ് എടുക്കുന്നു. അപ്പൊ നമ്മൾ, അല്ലെ, അവര് കുറെ പേര് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം അവര് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ട്രേഡ് യൂണിയന്റെ ലീഡർഷിപ്പോട് കൂടിയിട്ടായിരിക്കും നടത്തിയിരിക്കുന്നത്. റൊട്ടീൻ വർക്ക് ഒക്കെ നടന്നു പോകണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മെമ്പർഷിപ്പ് വേണം എന്നുള്ള ഒരു മനോഭാവം ഉള്ളത് കൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാൻ സാധ്യതയുണ്ട്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എപ്പോഴും ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു. ജോബിന്റെ കാര്യത്തിലാണെങ്കിലും ഇൻകത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഫിസിക്കൽ, നമ്മുടെ ഹെൽത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു. ആരുള്ളത് കൊണ്ട് യൂണിയനിലെ മെമ്പർഷിപ്പ് ഉള്ളത് കാരണം അവരെ സപ്പോർട്ട് കിട്ടും എന്നൊരു മനോഭാവം. പേറോൾ ഫംഗ്ഷൻസ്, മിലിറ്റന്റ് ഫംഗ്ഷൻസ് എന്താണ്, ഫ്രട്ടേണൽ ഫംഗ്ഷൻസിൽ എന്താണ് പെടുന്നത്, പൊളിറ്റിക്കൽ ഫംഗ്ഷൻസില്, ആൻസിലറി ഫംഗ്ഷൻസിലൊക്കെ എന്താണ് പെടുന്നതെന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം. സേവ എന്താണ് പറയുന്നത്, സെൽഫ് എംപ്ലോയ്ഡ് വുമൻസ് അസോസിയേഷൻ. മാഗസീൻസ് ഇതൊക്കെ വഴിയാണ് ഇത് എല്ലാം പബ്ലിഷ് ചെയ്ത് പോകുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് പോവാം. ടൈപ്സ് ഓഫ് ട്രേഡ് യൂണിയൻ മിക്കപ്പോഴും ചോദിച്ചു കാണാറുള്ളതാണ്. അതും ഈ ചാർട്ട് മുഖേന തന്നെ പഠിച്ചു പോകാം. മെമ്പർഷിപ്പ് ആണെങ്കിൽ ഇതില്, അല്ലെ, ഓൺ ദ ബേസ് ഓഫ് പർപ്പസ് ആണെങ്കിൽ ഈ യൂണിയനുകളൊക്കെ റെവല്യൂഷണറി യൂണിയൻ, റിഫോമിസ്റ്റ് യൂണിയൻ ഒക്കെ. ഓക്കെ, അതില് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് കേട്ടോ. അതൊന്ന് ഓരോന്നും അനുസരിച്ച് പഠിച്ചു തന്നെ പോവാം. ഏതാണ് ചോദിക്കുന്നതെന്ന് അറിയില്ലല്ലോ. പ്രോബ്ലംസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഹെഡിങ് വെച്ച് വായിച്ചു പോയാൽ മതി. കളക്റ്റീവ് ബാർഗൈനിങ് എന്താണെന്നുള്ളത് നമുക്കറിയാം. ബാർഗൈൻ ചെയ്തിരിക്കുന്നു എന്താണ്, പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും. സാലറിയുമായി ബേസ് ചെയ്ത ഇഷ്യൂസ് ഉണ്ടാവാം, വർക്കിംഗ് കണ്ടീഷൻസ് ശരിയല്ലെങ്കിൽ, അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അതെല്ലാം ബാർഗൈൻ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്.
വ്യത്യസ്ത വ്യക്തികളുമായി ബന്ധപ്പെട്ട ഇതൊന്നും വൈകാട്ട് പഠിക്കേണ്ട, മനസ്സിലാക്കി പോവാം. ഫീച്ചേഴ്സ്, ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ്, പിന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് എല്ലാം ജസ്റ്റ് എന്താ പറയുക ഹെഡിങ് വെച്ച് മനസ്സിലാക്കി പോകാൻ ശ്രമിക്കാം കേട്ടോ. പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ച് കാണാറുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള സ്ട്രക്ചറുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി പോവുക. അതിൽ ഏതാണ് ഫസ്റ്റ് പ്രോസസ്സ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലും കണ്ടു അല്ലെ. അപ്പൊ ഓർഡർ അനുസരിച്ചിട്ട് തന്നെ പഠിക്കാം. ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്, സെക്കൻഡ് ഇഷ്യൂസ് മൊത്തം. അപ്പൊ പലതരത്തിലുള്ള ബാർഗൈനിങ് ഇഷ്യൂസുകളുണ്ട്. ഇപ്പൊ ഇൻ കേസ് ഇത് എന്താ പറയുക ഒരു ഓപ്ഷൻ തന്നിട്ട് അതുമായി ബേസ് ചെയ്തിട്ട് ഏത് ഇഷ്യൂസിനെ പെട്ടണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേജ് റിലേറ്റഡ് ഇഷ്യൂസ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് ആണ് എന്ന് മനസ്സിലാക്കാത്ത വിധത്തിൽ പരിശീലിക്കുക. ഓക്കെ, നമുക്കറിയാം ലാസ്റ്റ് പോയിന്റ് എന്നൊക്കെ പറയുന്നത് അതുമായി ബന്ധപ്പെട്ടാണ്. ലാസ്റ്റ് കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷൻ ഒക്കെയാണ് എന്താണ് നമ്മുടെ കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ ലാസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊരു ഒരു ചെറിയ ഔട്ട്ലൈൻ ആണ് തന്നത്. എനിക്കറിയാം ഡീപ്പായിട്ട് നമ്മളതിൽ നോക്കിയിട്ടില്ല, എങ്കിലും ചെറിയൊരു ഐഡിയ കിട്ടിയോ ആ ചാപ്റ്റർ എന്താന്നുള്ളത്. അതിൽ കളക്റ്റീവ് ബാർഗൈനിങ് ഉണ്ട്, ട്രേഡ് യൂണിയനുകളുണ്ട് അല്ലെ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള യൂണിയനുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കണ്ടു. റിലേഷൻസ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ പിന്നെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. മോസ്റ്റ്ലി നമുക്കറിയാം ഇയറുകള്, അബ്രിവേഷൻസുകള്, ഡെഫിനിഷനുകള്, ടേംസുകള്, ഓരോന്നും എന്താണ് ടേം ചെയ്യുന്നത് മനസ്സിലാക്കി പോവാം. ഓക്കെ, കുറച്ച് സമയം എടുത്താലും മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി എന്താ പറയാ, എന്തായാലും എക്സാം നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യാം. അപ്പം തന്നെ നിങ്ങൾ എക്സാം കഴിഞ്ഞാലും അതുകൂടാതെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, എന്തെങ്കിലും ഡ്യൂട്ടിക്ക് അല്ലെ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കാം അല്ലെ. എല്ലാം ഏത് ജോബ് ആണെങ്കിലും നമുക്കറിയാം നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ടിങ്ങിന് മാത്രം ഉണ്ടാവുള്ള പ്രോബ്ലം, പിന്നെ അതിലേക്ക് വേച്ചു വെക്കും. അപ്പൊ നമ്മുടെ റിസോഴ്സ് ഡെവലപ്മെന്റ് അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവിടുത്തെ ആ ഒരു രീതി അനുസരിച്ചിട്ട് ഫോളോ ചെയ്ത് പോവേണ്ട ആവശ്യകതയെ ഉണ്ടാവും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഉദ്ദേശമൊന്നുമില്ല, ഞാൻ ഓണാക്കിയിട്ടുണ്ട്. ാണ് അപ്പൊ നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു. Okay, thank you.